കണ്ടില്ലേ, എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് എൻ്റെ റോസാപ്പൂ? നിങ്ങൾക്കും ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ അടിപൊളിയായിട്ട് നിങ്ങളുടെ വീട്ടിൽ റോസാപ്പൂവൊക്കെ ഉണ്ടാക്കിയെടുക്കണ്ടേ? ഒത്തിരി കാര്യമൊന്നും വേണ്ടെന്നേ, വളരെ സിമ്പിളായിട്ട് നമ്മുടെ എല്ലാം വീട്ടിൽ റോസാ ചെടി നട്ടു വളർത്തിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചെയ്ത കാര്യമൊന്ന് പറയാം. റോസാ ചെടിയുടെ തണ്ടാണല്ലോ നടുന്നത്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അപ്പം അങ്ങനെ ഒരു തണ്ട് എനിക്കും കിട്ടി. അതിനുശേഷം മണ്ണിലോ ചെടിച്ചട്ടിയിലോ നമുക്ക് എവിടെ വേണമെങ്കിലും നടാം. ഞാൻ നട്ടത് ചെടിച്ചട്ടിയിലായിരുന്നു. ചെടിച്ചട്ടിയിൽ മണ്ണും അതിൻ്റെ കൂടെ ജൈവവളമായിട്ട് ചാണകപ്പൊടി എടുത്തേ. അപ്പോൾ ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്ത് നടുക ചെയ്തേ. അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, കാരണം തണ്ടൊക്കെ അഴുകിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ വീടിൻ്റെ ഷെയ്ഡിൻ്റെ അടിയിലോ അല്ലെങ്കിൽ മഴവെള്ളം നേരിട്ട് അതിൽ വീഴാത്ത രീതിയിലുള്ള സ്ഥലത്തോ സൂര്യപ്രകാശം നേരിട്ട് അതിൽ പതിക്കാത്ത രീതിയിലുള്ള സ്ഥലത്തോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വേണം നമ്മൾ ഈ ചെടിച്ചട്ടി കൊണ്ടുപോയി വെക്കാൻ. വേരൊക്കെ മുളച്ച് ഇലയൊക്കെ വന്നതിന് ശേഷം പിന്നെ നമ്മൾ അവിടെ വെച്ചുകൊണ്ടിരിക്കരുത്. അവിടെ വെച്ചുകൊണ്ടിരുന്ന ആ ചെടി അങ്ങനെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോസാ ചെടി എന്ന് പറയുന്ന സൂര്യപ്രകാശം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. 100% സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ അതിന് അത്രയ്ക്ക് സന്തോഷമായിരിക്കും. അതിനെ അവിടെ നിന്ന് മാറ്റി നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക. പിന്നെ രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ചെടിച്ചട്ടിയിൽ വെള്ളം കെട്ടിക്കിടക്കാൻ ഒരിക്കലും അനുവദിക്കരുത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വളപ്രയോഗം നടത്തണം. ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന വളം എന്ന് പറയുന്നത് ചാണകപ്പൊടിയും അതുപോലെ തന്നെ പച്ചച്ചാണകം വെള്ളത്തിൽ കലക്കി അതിൻ്റെ സ്ലറി ഒഴിക്കുക ചെയ്യുന്നത്. മഴക്കാലത്ത് നല്ലത് ഉണങ്ങിയ ചാണകപ്പൊടി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അതിൻ്റെ ചുവട്ടിൽ ആവശ്യത്തിന് വെള്ളമുണ്ട്. പിന്നെ നമ്മൾ വളത്തിൻ്റെ രൂപത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ വേനൽക്കാലത്ത് പച്ചച്ചാണകം വെള്ളത്തിൽ കലക്കി അതിൻ്റെ സ്ലറി ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇതുപോലെ ഇതാണ് പ്രധാനമായിട്ടും ഞാൻ ഉപയോഗിക്കുന്ന വളമെന്ന് പറയുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ മുട്ടയുടെ തോട് പൊടിച്ച് റോസാ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഈ 2 വളങ്ങളാണ് ഞാൻ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ റോസാ ചെടി അങ്ങ് വളർന്നോളൂ. റോസാ ചെടി വളർന്ന് മുട്ടുണ്ടായി അത് പൂ വിരിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷമായിരിക്കും. എന്നാൽ സന്തോഷം തല്ലിക്കെടുത്തി നമ്മുടെ റോസാ ചെടിക്ക് കുറച്ച് കീടബാധ ഉണ്ടാകാറുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, പ്രധാനമായിട്ടും എൻ്റെ റോസാപ്പൂവിൽ കണ്ട ഒരു വില്ലനാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കി. പണ്ട് ഇവൻ റോസാപ്പൂവിലിരുന്ന് എല്ലാ കാര്യവും സാധിച്ച് പൂവിൻ്റെ അതിലെല്ലാം തിന്നു തീർക്കും. അതോടുകൂടി നമ്മുടെ റോസാപ്പൂവിൻ്റെ പണി തീരും. ഇവനെ ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കല്, അങ്ങ് നശിപ്പിച്ച് കളഞ്ഞേക്കണം. അടുത്തതായിട്ടാണ് പുഴു. നിങ്ങൾ ഇലയിലോട്ടൊക്കെ നോക്കി, ഇലയെല്ലാം തിന്ന് നാശമാക്കി വെച്ചേക്കുക. അപ്പോൾ ഇതിനെ അങ്ങ് നശിപ്പിച്ച് കളഞ്ഞോണം. പിന്നെ റോസാ ചെടിയിൽ ഇലകൾ മഞ്ഞ നിറത്ത് കാണാറുണ്ട്. അത് പറിച്ച് കളഞ്ഞ് അങ്ങ് നശിപ്പിച്ചോണം. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും എൻ്റെ റോസാ ചെടിയെ ബാധിച്ച കീടങ്ങളും അതുപോലെ തന്നെ രോഗങ്ങളും. പിന്നെ റോസാ ചെടിയിൽ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രൂണിങ്. അതായത് ഈ രീതിയിൽ, അതായത് റോസാപ്പൂ ഉണ്ടായി കൊഴിഞ്ഞു പോയതിന് ശേഷം 1-2 സ്റ്റെപ്പ് താഴ്ത്തി അതിൻ്റെ തണ്ട് മുറിച്ച് കളയുന്ന രീതിയാണ് ഈ പ്രൂണിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ റോസാ ചെടിയിൽ കൂടുതൽ ശിഖരങ്ങൾ ഉണ്ടാകുകയും പൂക്കൾ ഉണ്ടാകുകയും ചെയ്യുകയുള്ളൂ. അപ്പോൾ ഈ രീതിയിലാണ് എൻ്റെ റോസാ ചെടി ഞാൻ നട്ടു പരിപാലിച്ച് പോരുന്നത്. നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ റോസാ ചെടിയൊക്കെ നട്ടു വളർത്തിയെടുക്കുക. ആദ്യം ഒരു ചെടി നട്ടു വളർത്തി അതിൽ പൂവൊക്കെ ഉണ്ടായി കാണുമ്പോൾ സന്തോഷമല്ലേ? അപ്പോൾ നമുക്ക് പിന്നെ ചെടി നടാൻ തോന്നും. അപ്പോൾ എല്ലാവരും റോസാ ചെടി വീട്ടിൽ നട്ടു വളർത്തുക. ഇത്രയുമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണണമെങ്കിൽ മറക്കാതെ ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക.